മലപ്പുറം ജില്ലയിലെ മലയോര ഹൈവേയുടെ രണ്ടാമത്തെ റീച്ചിന്റെയും നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റോഡിന്റെ ആദ്യ റീച്ച് മന്ത്രി നാടിന് സമർപ്പിച്ചു. 8.25 കിലോമീറ്റർ നീളമുള്ള കാളികാവ് കരുവാരക്കുണ്ട് റീച്ചിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത്. മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിന്റെ പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 10.9 കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുംപാടം മൈലാടി റീച്ച് 2 മാസത്തിനകവും 12.31 കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുംപാടം കാളികാവ് റീച്ച് ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാക്കും. ജില്ലയിലെ ആകെ 69 കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള 3 റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളാണ്. ദുർഘടമായ സാഹചര്യങ്ങളോട് പടവെട്ടി കാർഷികോൽപാദനം സാധ്യമാക്കിയ ജനതയാണോ മലയോര മേഖലയിലെ ജനത? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് നല്ല റോഡ് എന്നുള്ളത്. 2016 അധികാരത്തിൽ വന്ന സർക്കാർ മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത്. അതിൽ മലപ്പുറം ജില്ലയ്ക്ക് വലിയ മുന്നേറ്റം സാധ്യമാക്കാനായി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടം കാളികാവ് 1-ാം ഘട്ടം 8.7 കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി. പൂക്കോട്ടുംപാടം കാളികാവ് 2-ാം ഘട്ടം 12.31 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2025 പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും. പൂക്കോട്ടുംപാടം മൈലാടിപ്പാലം 10.9 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2 മാസത്തിനകം അതും പൂർത്തിയാക്കാനാകും എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള റോഡ് ഫണ്ട് ബോർഡിൽ നിന്നുള്ള 63.40 കോടി രൂപ ചെലവിലാണ് 15 കിലോമീറ്റർ ദൂരമുള്ള പൂക്കോട്ടുംപാടം കാട്ടാടിക്കടവ് റീച്ച് 1 പൂർത്തീകരിച്ചത്. 2 വശങ്ങളിലും ഓടയും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 34.4 കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നിലമ്പൂരിൽ 500 കോടിയുടെ പൊതുമരാമത്ത് വികസന പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലെ 208 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 182 കിലോമീറ്ററും BMBC നിലവാരത്തിലായി. 126 കോടി ചെലവഴിച്ച 7 റോഡുകളുടെ നവീകരണം വിവിധ ഘട്ടങ്ങളിലാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.